കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗമെന്ന് മുഗൾ രാജാവ് ഷാജഹാൻ വിശേഷിപ്പിച്ചത് തീർത്തും അന്വർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടു. കാശ്മീരിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോഴേ രണ്ടാമതൊന്നും ആലോചിക്കാതെ പോകാനുറച്ചു. വർഷങ്ങളായി ഞങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് +2 സിലബസിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ 8ാമത്തെ അധ്യായമായ പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന പാഠഭാഗത്ത് വളരെ വ്യക്തവും വിശദവുമായി ജമ്മു കാശ്മീർ പ്രശ്നങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 3 സാമൂഹികവും രാഷ്ട്രീയവുമായി വേർതിരിഞ്ഞു നിൽക്കുന്ന 3 പ്രദേശങ്ങൾ. ആർട്ടിക്കിൾ 370 പിന്നീട് 35A ഭരണഘടനയിൽ എഴുതി ചേർത്ത് സ്വയംഭരണ അധികാരത്തോടെയുള്ള കാശ്മീരിൽ നിന്ന് ഇന്നത്തെ കാശ്മീരിൻ്റെ അവസ്ഥ വരെ വ്യക്തമായി പഠിക്കാനായി എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം. കാശ്മീരിൻ്റെ സൗന്ദര്യത്തെ ലോക സൗന്ദര്യത്തിൽ മുന്നിലെത്തിക്കുന്ന ഒഴുകുന്ന നദികളുടെ ശബ്ദവും പൈൻ മരങ്ങളുടെ സൗരഭ്യവും ആകർഷകമായ കുങ്കുമപ്പൂക്കളും ബാങ്കു വിളികളാൽ മുഖരിതമായ കാശ്മീർ ഏവരെയും അത്ഭുതപ്പെടുത്തും. MIHSS ഫോർ ഗേൾസ് പുതുപൊന്നാനിയിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫും ടൂർ ഓപ്പറേറ്ററായ ഷാക്കിഫും ഉൾപ്പെടെ ഞങ്ങൾ 15 പേർ ഒരേ മനസ്സോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് രാത്രി 8:30 യാത്രയായി. പിന്നീട് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് രാവിലെ 7:30 ഫ്ലൈറ്റ്. വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ കാശ്മീരിൻ്റെ മനോഹാരിത വിടർന്ന കണ്ണുകളോടെ ആവാഹിച്ചെടുക്കാനുള്ള വെമ്പലായിരുന്നു ഓരോരുത്തരിലും. മേഘപാളികളെ വകഞ്ഞുമാറ്റി അങ്ങകലെ മലകളും പച്ചപ്പും താഴ്വരകളും കണ്ടു തുടങ്ങി. ശ്രീനഗർ എയർപോർട്ട് ഡൽഹിയെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഗേറ്റിന് പുറത്ത് ഞങ്ങളെ കാത്ത് ടൂർ ഗൈഡായ കാശ്മീരി യൂസഫ് ഭായ് ട്രാവലറുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ ദൃശ്യങ്ങൾ. ആതിഥേയ മര്യാദയിൽ ഉത്തുംഗതയിലെത്തി നിൽക്കുന്നു കാശ്മീരികൾ. ആദ്യ ദിനം ദാൽ തടാകത്തിലെ ബോട്ട് ഹൗസിലായിരുന്നു. ഞങ്ങളുടെ ബോട്ട് ഹൗസിൻ്റെ പേര് തൈമൂർ എന്നായിരുന്നു. അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതിനാൽ ഹസ്രത്ത് ബാൽ പള്ളിയിലായിരുന്നു ജുമാ. അതിനുശേഷം തെരുവോരത്ത് കുറച്ച് ഷോപ്പിംഗ്. പിന്നീട് ഞങ്ങൾ പോയത് നിഷാന്ത് ഗാർഡനിലായിരുന്നു. ദാൽ ലേക്കിൻ്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ശ്രീനഗറിലെ മുഗൾ ഗാർഡനുകളിൽ ഉൾപ്പെട്ട ഒന്നാണ് നിഷാന്ത് ഗാർഡൻ. ഈ ഗാർഡൻ ഓഫ് ബ്ലിസ് എന്നറിയപ്പെടുന്നുണ്ട്. 1633 മുഗൾ ചക്രവർത്തി നൂർജഹാൻ്റെ സഹോദരനായ അസാഫ് ഖാനാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഗാർഡൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ദാൽ ലേക്ക് വിശാലമായി കിടക്കുന്നു. അതിൽ നിറയെ താമര പൂവിൻ്റെ കൃഷിയും ധാരാളമുണ്ട്. കാശ്മീരിൽ ധാരാളമായിട്ട് മക്കാന എന്നറിയപ്പെടുന്ന താമര വിത്തുകൾ ധാരാളം നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. സഞ്ചാരികളെ മാടി വിളിക്കുന്ന നിശാന്ത് ഗാർഡൻ്റെ മനോഹാരിത നമുക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ്.
പട്ടണത്തിൽ നിന്നും ഏകദേശം 1000 അടി ഉയരത്തിലാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ നിൽക്കുന്നത്. ഈ ടെമ്പിളിലേക്കുള്ള യാത്രാമധ്യേ ധാരാളം വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളുടെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. ആകെ ഈ യാത്രക്കിടെ ഞാൻ കണ്ടുമുട്ടിയ ഒരേ ഒരു വെസ്റ്റേൺ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളണ്ടിൽ നിന്ന് വന്ന ഒരു കപ്പിളിനെയാണ് ഇവിടെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ വെച്ച് മീറ്റ് ചെയ്യാൻ സാധിച്ചത്. മറ്റ് ഒരു സ്ഥലങ്ങളിലും നമുക്ക് വിദേശ ടൂറിസ്റ്റുകളെ കാണാൻ സാധിക്കുന്നില്ല. ദാൽ ലേക്കിൻ്റെ പ്രൗഢിയും സൗന്ദര്യവും രാത്രിയിലാണ് ശരിക്കും ആസ്വദിക്കാനാവുക. ഓരോ ബോട്ടുകളും നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി അതിലേറെ മനോഹരമായ നിറപ്പകിട്ടാർന്ന ശിക്കാരകൾ. ഈ ശിക്കാരകൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് കുഷനുകളും വർണ്ണാഭമായ കർട്ടനുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച കുഞ്ഞു നൗകകളാണ്. ഓരോ ശിക്കാരകളിലും തനത് കാശ്മീരികളാണ് തുഴഞ്ഞ് നമ്മളെ തേടി എത്തുന്നത്. ശിക്കാര റൈഡ് തീർത്തും അവിസ്മരണീയമായ ഒരു അനുഭൂതി തന്നെയായിരുന്നു. വിവിധ തരം ഉൽപ്പന്നങ്ങളുമായി നമ്മെ തേടിയെത്തുന്ന കാശ്മീരികൾ, കരകൗശല വസ്തുക്കൾ, കുങ്കുമപ്പൂവ്, കാശ്മീരി ഷാളുകൾ, ഫ്രൂട്ട്സ് തുടങ്ങി ഒരുപാട് കാശ്മീരി ഉൽപ്പന്നങ്ങൾ. കുങ്കുമപ്പൂവും കറുകപ്പട്ടയും ബദാമും ചേർത്തുണ്ടാക്കുന്ന കാശ്മീരി കഹ്വ വളരെ രുചികരമാണ്. ശിക്കാര റൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളാണ്. ഡോക്ടേഴ്സ്, ടൈലറിംഗ് ഷോപ്പ്, ബേക്കറികൾ, തുണിത്തരങ്ങൾ തുടങ്ങി എല്ലാ അവശ്യ സേവനങ്ങളും വെള്ളത്തിൽ ലഭ്യമാകുന്ന മനോഹരമായ കാഴ്ച. ഞങ്ങളുടെ ബോട്ട് ഹൗസിൻ്റെ പേര് ടൈമൂർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ടൈമൂറിലേക്ക് കയറുമ്പോൾ ഇതിൽ എത്രത്തോളം സൗകര്യം ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ആശങ്കകളെയും അകറ്റി അകം വളരെ വിശാലമായിരുന്നു. സാധാ വീട് പോലെ സിറ്റ് ഔട്ടും സിറ്റിംഗ് റൂമും ഡൈനിങ് റൂമും 3 ബെഡ്റൂമുകൾ, ബാത്ത് അറ്റാച്ച്ഡ്, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ബോട്ട് ഹൗസ്. അവർ പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. നമ്മൾ ടോയ്ലറ്റ്, ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നതും വെള്ളം തറയിൽ ആവാതെ ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം കൊത്തുപണികളും കരകൗശല വേലകളും ഒക്കെ ഉപയോഗിച്ചിട്ട് തീർത്തും മരത്തിൽ തീർത്തിട്ടുള്ള ബോട്ട് ഹൗസുകളാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിരുന്നു അതിൽ താമസം. വഞ്ചി ഉടമകളുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന രുചികരമായ ഭക്ഷണമാണ് ആ ബോട്ട് ഹൗസിൽ എത്തുന്ന സന്ദർശകർക്ക് അവർ എത്തിക്കുന്നത്. ശിക്കാര റൈഡും രാത്രിയിലെ ഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും അവരവർ തന്നിരിക്കുന്ന റൂമുകളിലേക്ക് ഉറങ്ങാനായിട്ട് പോയി. ഞാനും ജിജി ടീച്ചറും കൂടിയാണ് ഒരു റൂം ഷെയർ ചെയ്തത്. ഓരോ ബെഡ്റൂമിലും ഒരു ഡബിൾ കോട്ടും ഒരു സിംഗിൾ കോട്ടും അറേഞ്ച് ചെയ്തിരുന്നു. യാത്രാക്ഷീണവും എല്ലാം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പക്ഷേ 3:30 മണിയാകുമ്പോഴേക്കും ഞാൻ ഉണർന്ന് പിന്നീട് കുറച്ച് നേരം ലൈറ്റൊന്നും ഇടാതെ തന്നെ ജിജി ടീച്ചറെ ശല്യപ്പെടുത്താതെ ഞാൻ നമസ്കാരവും ഖുർആനും അതിലൊക്കെ തുടർന്നു. പിന്നീട് 5 മണിയാകുമ്പോഴേക്കും സുബഹി ബാങ്ക് കേട്ടു. സുബഹി ബാങ്കിനെ തുടർന്ന് നമസ്കാരത്തിന് ശേഷമുള്ള ദുആകൾ, അതായിരുന്നു ഏറ്റവും ഈ യാത്രയിൽ എനിക്ക് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള അനുഭവം. അത് 3 ഭാഷയിലാണ് ഞാൻ ആ ബോട്ട് ഹൗസുകൾക്ക്, അതായത് ദാൽ ലേക്കിന് ഇരുവശങ്ങളിലുള്ള പള്ളികളിൽ നിന്ന്, ഒരുപാട് പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കേട്ടു. അത് സുബഹി നമസ്കാരത്തോടു കൂടിയിട്ട് അവസാനിക്കുന്നില്ല. വളരെ ടച്ചിങ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടുന്ന പ്രാർത്ഥനകളായിരുന്നു. കാശ്മീരി, ഉറുദു, അറബി ഭാഷകളിലുള്ള പ്രാർത്ഥനകൾ. പിന്നീട് ഒരു കാശ്മീരി പയ്യൻ പുറത്തിരുന്നിട്ട് പാത്രങ്ങൾ കഴുകുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിന്നെ കാശ്മീരി സ്ത്രീകളും ചെറിയ ചെറിയ ശിക്കാരകളുമായിട്ട്, നൗകളുമായിട്ട് അവരുടെ
നമ്മൾ സാധാരണഗതിയിൽ ബൈക്ക് ഓടിക്കുന്ന പോലെ കാശ്മീരി സ്ത്രീകളൊക്കെ ഈ ദാൽ ലേക്കിന് ചുറ്റുമുള്ളവരൊക്കെ ഈ നൗകകളിലാണ് അവരുടെ ആവശ്യാർത്ഥമൊക്കെ എല്ലാ ഭാഗത്തേക്കും പോയി കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ കാശ്മീരി അനുഭവങ്ങൾ. ബോട്ട് ഹൗസിലെ രാത്രിക്ക് ശേഷം എല്ലാവരും കുളിച്ചൊരുങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഉന്നം വെച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാശ്മീരി തൻ്റെ ശിക്കാരയിൽ വന്നിട്ട് തനത് കാശ്മീരി വേഷവിധാനത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത് സ്റ്റിൽ ഫോട്ടോ ആയിട്ട് അവർ തരും. അതിൻ്റെ പുറമെ നമുക്കത് PDF ആയിട്ട് നമ്മളുടെ നമ്പറിലേക്ക് അവർ അയച്ചു തരും ചെയ്യും. അപ്പോൾ ഒരു ഫോട്ടോൻ്റെ PDF 50 രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത്.